പിന്നെ ഇതിനെങ്ങനെയാണ് ഇതിൻ്റെ കാറിനകത്ത് ബാറ്ററി എങ്ങനെയാണ് ഇടുന്നത് എന്നുള്ളത്. ഇത് അവരുടെ അടുത്ത് തന്നെയുള്ള വേറെ മോഡലിൻ്റെ ഒക്കെ ഇവിടെ ഉണ്ട്. ഈ സൈഡിൽ വേറെ റിമോട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഓക്കെ, അതിനകത്ത് പറയുന്നത് ത്രോട്ടിൽ ഏതാ, പിന്നെ സ്റ്റിയറിങ് ഏതാ, പിന്നെ ഇതിനകത്തൊരു 4 ബട്ടൺ ഉണ്ട്. അതിലൊന്ന് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ, ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാൻ, ത്രോട്ടിൽ ട്രിം, അങ്ങനത്തെ കുറച്ച്. ഓക്കെ, 2 ലൈറ്റ് മോഡും 7 കളേഴ്സും എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, നമ്മൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച റിമോട്ട്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ഗൺ ടൈപ്പ് റിമോട്ടാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് വന്നൊരു എൻക്വയറിയിലുള്ളൊരു സാധനമായിരുന്നു. റിമോട്ടിന് ഈ സാധനം പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട്. അത് ഇതുപോലെ നല്ലോണം ശ്രദ്ധിക്കണം. ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്ത ആളുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്നങ്ങ് റൊട്ടേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, അത് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് അത്ര വലിയ ഉറപ്പുള്ള സംഭവം ഒന്നും ആയിരിക്കില്ല ഇങ്ങനത്തെ റിമോട്ടുകാരുടെ ഇങ്ങനത്തെ സ്റ്റിയറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ. അത് റൊട്ടേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഇതെന്താ ഇത് ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും. അപ്പോൾ ആ ക്യൂരിയോസിറ്റിന്റെ പുറത്തങ്ങാണ്ട് ചെയ്താണ്. ആളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളെ ആമസോണിൽ നിന്ന് അവിടുന്ന് പർച്ചേസ് ചെയ്താണ്. നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. കാരണം നമുക്കിതിന് വാറണ്ടി അങ്ങനത്തെ സാധനങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയിട്ട് നമ്മളായിട്ട് റെഡിയാക്കി കൊടുക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പം ആക്ച്വലി അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലോണം ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ. ഇതാണ് ബട്ടൺസ് വരുന്നത്, കാണുന്നുണ്ടോ വിചാരിക്കുന്നത്. അതിനകത്ത് ടോപ്പിൽ ത്രോട്ടിൽ ട്രിമ്മിൻ്റെ ആണ്. താഴെ ലൈറ്റിൻ്റെ 2 മോഡ് സ്വിച്ച്, പിന്നെ ഒരു RX TX എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത്